പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ നമ്മൾ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് C1 കോസ് പി എക്സ് പ്ലസ് C2 സൈൻ പി എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു സൊല്യൂഷൻ ഡിറൈവ് ചെയ്തത് പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ സൊല്യൂഷനും കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ കാണുന്നുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കറിയുന്നതാണ്, നമ്മൾ വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ദെൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്താ ഉദ്ദേശിക്കുന്നത്, യു എന്ന് പറയുന്നത് ഏതൊക്കെ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എന്തിനെ ചൂസ് ചെയ്യാം, എക്സിനെ ചൂസ് ചെയ്യാം. അതായത് യു എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, യു എന്ന് പറയുന്നത് നമ്മളെ റോഡിൻ്റെ ഈ ഒറിജിനുള്ള ഡിസ്റ്റൻസ്, എക്സ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യു എന്ന് പറയുന്നത് രണ്ട് ഇതിൻ്റെ ഫാക്ടറാണ്, അതാണ് എക്സ് ടി. അതുകൊണ്ട് ഞാൻ യുവിനെ എന്താക്കിയിട്ട് എടുക്കുന്നു, എക്സ് ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ 1 ഏത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ കാണേണ്ടത് അതിലേക്ക് വേണ്ടുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് എന്തുപയോഗിച്ച് കണ്ടുപിടിക്കുക, യു ഇസിക്കൽ ടു എക്സ് ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, എക്സ് ഡാഷ് ടി ആണ്. ദെൻ ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എക്സ് ടി ഡാഷ് ആണ്. ദെൻ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ, ഡോ യു ബൈ ഡോ ടി എക്സ് ടി ഡാഷ്. ദെൻ നമുക്ക് എന്ത് വേണം, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ വേണം. ഡോ യു ബൈ ഡോ എക്സ് എക്സ് ഡാഷ് ടി ആണെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, എക്സ് ഡബിൾ ഡാഷ് ഓഫ് ടി ആണ്. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം, ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്നത് എക്സ് ടി ഡാഷ്, ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ടി. ദെൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ഒന്നും കൂടി എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടറിനെ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ എക്സ് ഡബിൾ ഡാഷ് ഓഫ് ടി. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ വാല്യൂവും അതുപോലെ ഈ രണ്ട് വാല്യൂയും കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുക, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, പുട്ട് ദോസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 1 വി ഗെറ്റ് എന്താ കിട്ടുക, യു ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എക്സ് ടി ഡാഷ് ആണ്, അതവിടെ എക്സ് ടി ഡാഷിൽ കൊടുത്തു, ഇക്വേഷൻ 1 ആണ്. ഓക്കെ, ദെൻ സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സ് ഡബിൾ ഡാഷ് ഓഫ് ടി. ദെൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് ജസ്റ്റ് യൂസ് ചെയ്യുക. എന്ത് വരും, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ഡബിൾ ഡാഷിൻ്റെ കൂടെ എക്സ് എന്ന് പറഞ്ഞ ഫാക്ടറിന് എത്തിക്കുക. അതുപോലെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ടി ഡാഷിൻ്റെ കൂടെ ടീനെ എത്തിക്കുക. പിന്നെ സി സ്ക്വയർ റൈറ്റ് സൈഡിൽ വെച്ചാലും ലെഫ്റ്റ് സൈഡിൽ വെച്ചാലും ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ വേവ് ഇക്വേഷനിൽ കണ്ടു, സി സ്ക്വയർ എന്ന് പറയുന്ന ഫാക്ടർ ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എന്തുണ്ട്, നമുക്ക് ആ സൊല്യൂഷൻ ഡിറൈവ് ചെയ്യുന്നതിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് ഈ സി സ്ക്വയറിനെ കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ടിയുടെ കൂടെ ഏത് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് നമ്മളിപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ സി സ്ക്വയർ ഇൻറ്റു ടി ഡാഷ് ബൈ ടി. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന എൽ എച്ച് എസ് ഇക്വേഷൻ 3 എൽ എച്ച് എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി ആൻഡ് ആർ എച്ച് എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ഓൺലി. ദെൻ എക്സും ടിയും രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദെൻ ഇക്വേഷൻ 3 ഹോൾഡ് ഓൺലി വെൻ ബോത്ത് സൈഡ്സ് റെഡ്യൂസ്ഡ് എ കോൺസ്റ്റൻറ്റ്. രണ്ട് സൈഡും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്, എ ബൈ ബിയും സി ബൈ ഡിയും ഈക്വൽ ആവണമെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യണം, ഒരു കെ എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ രണ്ട് റേഷ്യോസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റൂ. സോ ഇവിടെ എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സും 1 ബൈ സി സ്ക്വയർ ഇൻറ്റു ടി ഡാഷ് ബൈ ടിയും ഈക്വൽ ആവണമെങ്കിൽ ഇത് രണ്ടും എന്തിന് തുല്യമാവണം, ഒരു കെ എന്ന് പറയുന്ന വാല്യൂവിന് തുല്യമാവണം. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ സി സ്ക്വയർ ഇൻറ്റു ടി ഡാഷ് ബൈ ടി ദാറ്റ് ഇസ് ഈക്വൽ ടു കെ. ദെൻ രണ്ട് ഇക്വേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്നെന്താ, എ ബൈ ബി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കുക, എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണെങ്കിൽ എ ഈക്വൽ ടു സിയും ബി ഈക്വൽ ടു സിയും ആയിരിക്കും. സോ എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ആൻഡ് 1 ബൈ സി സ്ക്വയർ ടി ഡാഷ് ബൈ ടി ഇസ് ഈക്വൽ ടു കെ. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ദെൻ നമ്മൾ എന്താ ചെയ്യുക, ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വേരിയബിൾ സോൾവ് ചെയ്യുന്ന മാതിരി ഓക്സിലറി ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ
നമുക്ക് ഇവിടെ എന്ത് കിട്ടും? അതിനുവേണ്ടി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എങ്ങനെ മാറും? സി ഇൻറ്റു ടി സ്ക്വയറിന് റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. ദെൻ ടി ഡാഷ് ഈക്വൽ ടു എന്ത് വരും? കെ ഇൻറ്റു സി സ്ക്വയർ ടി. ദെൻ നമ്മൾ ടി ഡാഷ് മൈനസ് കെ ഇൻറ്റു ഈ പറഞ്ഞിരിക്കുന്ന കെ ഇൻറ്റു സി സ്ക്വയർ ടീനെ നമ്മൾ എന്തിലേക്ക് എടുക്കുക? ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഈക്വൽ ടു 0 ആൻഡ് അതിന് ഇക്വേഷൻ 5 എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഇക്വേഷന് ടി ഡാഷ് മൈനസ് കെ സി സ്ക്വയർ ടി ഈക്വൽ ടു 0, രണ്ടാമത്തെ ഇക്വേഷൻ. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഈ പറഞ്ഞ ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും കിട്ടും ടിയും കിട്ടും. അത് നേരെ കൊണ്ടുപോയി നമ്മളവിടെ കൊടുക്കുക. പക്ഷേ അത് സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സാധാരണ രീതിയിൽ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വേരിയബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കെ എന്തായിട്ട് എടുക്കുമല്ലോ? കെ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യാറ്. പക്ഷേ പറഞ്ഞു, പ്രാക്ടിക്കൽ കേസിൽ എപ്പോഴും നമുക്ക് കിട്ടേണ്ട സൊല്യൂഷൻ ഏത് രൂപത്തിലാണ്? അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ കൺസിഡർ ചെയ്യണം. കെ എന്ന് പറയുന്നത് ഏതോ ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. കെ മേ ബി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ആവാം. 3 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 3 പോസിബിലിറ്റിയും സെപ്പറേറ്റ് കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ ആദ്യത്തെ കേസ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം? കെ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് അല്ല. കെ ഈക്വൽ ടു കേസ് 1 എന്ന് പറഞ്ഞ് കെ ഈക്വൽ ടു 0 ആയിട്ട് ചൂസ് ചെയ്യാണ്. അപ്പോൾ കെ ഈക്വൽ ടു 0 ആയിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കുക? സിമ്പിളാണ്. കെ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എന്താവും? എക്സ് ഡബിൾ ഡാഷ് 0 ആവും. എക്സ് ഡബിൾ ഡാഷ് 0 ആണെങ്കിൽ എക്സ് ഡാഷ് എന്താവണം? സം കോൺസ്റ്റൻറ്റ് C1 ആവും. സോ എക്സ് ഈക്വൽ ടു എന്താവും? C1x പ്ലസ് C2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കേസിൽ കേസ് 1 കെ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? C1x പ്ലസ് C2. ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ നമ്മൾ അടുത്തത് ഇതേപോലെ ഇക്വേഷൻ 6ൽ നമ്മൾ എന്ത് ചെയ്യണം? കെ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താവും? ടി ഡാഷ് ഈക്വൽ ടു 0 വരും. ടി ഡാഷ് ഈക്വൽ ടു 0 വരുന്ന സമയത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? സം കോൺസ്റ്റൻറ്റ് C3 വരും. ദെർഫോർ നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? യു ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടി ആണ്. സോ യു ഈസ് ഈക്വൽ ടു എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? C1x പ്ലസ് C2 ഇൻറ്റു ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? C3. അപ്പോൾ ഇതാണ് കേസ് 1ൻ്റെ കേസിൽ, അതായത് കെ ഈക്വൽ ടു 0 ആവുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ആണത് യു ഈസ് ഈക്വൽ ടു C1x പ്ലസ് C2 ഇൻറ്റു C3. ഓക്കെ, നമ്മൾ ഇതിൽ കണ്ട പോലത്തെ ഒരു സൊല്യൂഷൻ തന്നെയാണ്. ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കെ ഗ്രേറ്റർ ദാൻ 0 ആവാം. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ എന്താവണം? കെയുടെ വാല്യൂ സം പോസിറ്റീവ് വാല്യൂ ആവാൻ. എപ്പോഴും പോസിറ്റീവ് ആവുന്ന ഒരു സംഖ്യ ഏതാണെന്ന് പറഞ്ഞാൽ? എപ്പോഴും പോസിറ്റീവ് ആവുന്ന സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും പോസിറ്റീവ് ആവുന്ന സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുക്കുക? സോറി, കെ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കെ ഈക്വൽ ടു 0 ആകുമ്പോൾ ഇക്വേഷൻ 5ഉം 6ഉം റെഡ്യൂസ് ടു എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0. ദെൻ അവിടെ വരുന്നതാണെന്ത്? നമ്മൾ ഒന്നിക്ക് എം ഈക്വൽ ടു ഈ എക്സിൽ ഇക്വേഷൻ ഇല്ല, 2 തവണ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ എക്സ് ഈക്വൽ ടു C1 പ്ലസ് C2x. ഇവിടെ എന്ത് വരും? ടി ഡാഷ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം? അപ്പം തന്നെ അവിടെ ടി ഓഫ് ടി ഈക്വൽ ടു സം കോൺസ്റ്റൻ്റ് എന്ന് എടുക്കാം. ഓക്കെ, ദെൻ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ കേസിൽ എന്ന് പറയുന്നത് എന്താ വരിക? ഇ ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ദാറ്റ് ഈക്വൽ ടു C1 പ്ലസ് C2x ഇൻറ്റു C3. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, ദെൻ ഇനി അടുത്ത് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്യുന്ന കേസാണ് ഏത്? കെ ഗ്രേറ്റർ ദാൻ 0. കെ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ കെ പോസിറ്റീവ് ആണ്. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യ ഏതാണ്? സ്ക്വയർ ഓഫ് എ നമ്പർ. അപ്പോൾ പി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പി സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. സോ കെ ഈക്വൽ ടു നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? പി സ്ക്വയർ ചൂസ് ചെയ്യാം. ദെൻ നമ്മൾ കെ ഈക്വൽ ടു എന്ത് കൊടുത്തു? പി സ്ക്വയറിന് ചൂസ് ചെയ്യുന്നു. പി സ്ക്വയർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഈ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ കെ പി സ്ക്വയർ എടുക്കാൻ കാരണം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അപ്പോൾ ഇക്വേഷൻ 5ലും 6ലും നമ്മൾ എന്ത് ചെയ്യുക? കെ ഈക്വൽ ടു ഇപ്പം തൊട്ടിപ്പുറം കൊടുത്ത ഈ ഇക്വേഷനിൽ 5ലും 6ലും കെ ഈക്വൽ ടു എന്ത് കൊടുക്കുക? പി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എക്സ് ഡബിൾ ഡാഷ് മൈനസ് പി സ്ക്വയർ എക്സ് ഈക്വൽ ടു 0, മറ്റേത് ടി ഡാഷ് മൈനസ് പി സ്ക്വയർ സി ടി ഈക്വൽ ടു 0. ദെൻ അടുത്ത് എന്ത് വരും? ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുക. ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി നമുക്കറിയാം എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? 1, എക്സ് ഡാഷ് ഈക്വൽ ടു എം, ദെൻ എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു എം സ്ക്വയർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ഡബിൾ ഡാഷിന് പകരം എം സ്ക്വയർ. സോ എം സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഇൻറ്റു
എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം 1. സോ പി സ്ക്വയർ ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു പി സ്ക്വയർ. സോ എം സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എം സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എം ഇസ് ഈക്വൽ ടു എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് പി സ്ക്വയർ ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് പി ആണ്. ഓക്കെ, അപ്പോൾ എം കിട്ടി പ്ലസ് ഓർ മൈനസ് പി. ഇനി പ്ലസ് ഓർ മൈനസ് പി ആണ് എം വരുന്നതെങ്കിൽ പി എന്ന് പറയുന്നത് എന്താ? ഒരു റിയൽ നമ്പർ ആണ്. സോ റിയൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് നമുക്ക് കിട്ടും അല്ലേ? പി എന്ന് പറയുന്ന റൂട്ടും മൈനസ് പി എന്ന് പറയുന്ന 2 റൂട്ട് കിട്ടി. രണ്ടും എന്താണ്? റിയൽ ആണ്. രണ്ടും എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ എന്താ? റിയൽ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ C1 ഇ പവർ പി എക്സ് പ്ലസ് C2 ഇ പവർ മൈനസ് പി എക്സ്. ഇതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? നമ്മുടെ വേരിയബിൾ ഇവിടെ എക്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു. ഓക്കെ, അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റിസൾട്ട് എങ്ങനെ വരും എന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C1 ഇ പവർ മൈനസ് പി എക്സ് പ്ലസ് C2 ഇ പവർ പി എക്സ്. അത് തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും മൈനസ് പി എന്ന് പറയുന്നത് ആദ്യം റൂട്ടായിട്ട് എടുക്കണമെന്നില്ല. എങ്ങനെയെങ്കിലും ആയിട്ട് നിങ്ങൾ രീതിയിൽ ചൂസ് ചെയ്യാം. അപ്പോൾ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു C1 ഇ പവർ മൈനസ് പി എക്സ് പ്ലസ് C2 ഇ പവർ പി എക്സ്. അപ്പോൾ ഒന്നിൻ്റെ സൊല്യൂഷനായി, എക്സിൻ്റെ സൊല്യൂഷനായി. ഇതുപോലെ നമ്മളൊന്നും കണ്ടുപിടിക്കണം. ടീയുടെതും കണ്ടുപിടിക്കുക. അപ്പോൾ ടീയുടേത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ വരും? ഇവിടെ ടി ഈക്വൽ ടു 1, ടി ഡാഷ് ഈക്വൽ ടു എം കൊടുക്കുക. 2 വാല്യൂ അല്ലേ ഉള്ളൂ. അപ്പോൾ ടി ഡാഷിന് പകരം എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടിക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ടി ഡാഷിന് പകരം എം മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു ടിക്ക് പകരം 1 ആണ്. സോ സി സ്ക്വയർ പി സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എം ഈസ് ഈക്വൽ ടു സി സ്ക്വയർ പി സ്ക്വയർ. എത്ര റൂട്ടാണ്? ഒരേ ഒരു റൂട്ട്. ഒരൊറ്റ റൂട്ടാണെങ്കിൽ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ഒരു റൂട്ടാണെങ്കിൽ സൊല്യൂഷൻ എന്ത് പറയും? സൊല്യൂഷൻ C3 ഇൻറ്റു ഇ പവർ നമ്മളെ സി സ്ക്വയർ പി സ്ക്വയർ. ഏതാണ് കോൺസ്റ്റൻറ്റ്? ആ കോൺസ്റ്റൻ്റ് ആണ് വരിക. അപ്പോൾ C3 ഇ പവർ എം ടി എന്നാണ് വരിക. അവിടെ എമ്മിന് വേറെ ഇപ്പോൾ റൂട്ട് ഏതാണ്? സി സ്ക്വയർ പി സ്ക്വയർ. സോ സി സ്ക്വയർ പി സ്ക്വയർ ടി ആണ്. കാരണം ഇവിടെ ഏതാണ്? ടിയിലുള്ള ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ ആണ് നമ്മൾ ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്ര വരെ ക്ലിയർ ആയിട്ടുണ്ടാകുന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ഓഫ് എക്സും കിട്ടി, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എക്സ് എന്ന് ആലോചിച്ചാൽ മതി. എക്സും കിട്ടി, ടിയും കിട്ടി. ദെൻ നമ്മുടെ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഇൻറ്റു ടി. ദെൻ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? യു ഓഫ് എക്സ് ടി ഈക്വൽ ടു C1 ഇ പവർ മൈനസ് പി എക്സ് പ്ലസ് C2 ഇ പവർ പി എക്സ് ഇൻറ്റു C3 ഇ പവർ സി സ്ക്വയർ പി സ്ക്വയർ ടി. നമ്മുടെ സൊല്യൂഷൻ ആയല്ലോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത കേസ് കൂടി കൺസിഡർ ചെയ്യുന്നു. അടുത്ത കേസ് എന്താ? കെ എന്ന് പറയുന്നത് 2 കേസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഒന്ന് കെ ഈക്വൽ ടു 0 ആവുന്ന കേസ്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കെ പോസിറ്റീവ് ആവുന്ന കേസ്. ദെൻ അടുത്ത കേസ് എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസ് കെ നെഗറ്റീവ് ആവുന്ന കേസ്. ഓക്കെ, അപ്പോൾ കെ ഈസ് നെഗറ്റീവ് ആവുന്ന സമയത്ത് എന്താ വരിക നോക്കാം. അപ്പോൾ കെ നെഗറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ് ഓഫ് എ സ്ക്വയർ ഓഫ് എ നമ്പർ. നെഗറ്റീവ് ഓഫ് എ സ്ക്വയർ ഓഫ് എ നമ്പർ ആണ്. അത് നെഗറ്റീവ് ഓഫ് പി സ്ക്വയർ എന്ന് എടുക്കുന്നു. അതാണ് കെ ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തത്? നെഗറ്റീവ് പി സ്ക്വയർ. ഇത് നമ്മൾ കഴിഞ്ഞ വേവിൻ്റെ ഇതിൽ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ ശരിക്കും എന്തായിരുന്നു? എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഈക്വൽ ടു 0 ആണ്. അവിടെ കേക്ക് വരെ എന്ത് കൊടുക്കുക? മൈനസ് പി സ്ക്വയർ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? എക്സ് ഡബിൾ ഡാഷ് മൈനസ് മൈനസ് പി സ്ക്വയർ എന്തായി? പ്ലസ് പി സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ദെൻ അഗെയിൻ ഓക്സിലറി ഇക്വേഷൻ എന്ത് വരും? എക്സിന് പകരം 1, എക്സ് ഡാഷിന് പകരം എം സ്ക്വയർ. സോ എം സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഈക്വൽ ടു 0. എം എന്ന് പറയുന്നത് എന്താ? ഒരു റിയൽ നമ്പർ ആണെന്ന് ആലോചിക്കുക. സോ എം സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ എം ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ പറഞ്ഞിരിക്കുന്ന ടേം അത് മാത്രം ആലോചിക്കുക. അപ്പോൾ എം സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് എം സ്ക്വയർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് പി സ്ക്വയർ. ദെൻ ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നെഗറ്റീവ് പി സ്ക്വയർ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ അതിനെ നമ്മൾ എന്താക്കിയിട്ട് എടുക്കും? ഐ ആക്കിയിട്ട് എടുക്കും നമുക്കറിയാം. സോ ഐ ഇൻറ്റു റൂട്ട് ആയതുകൊണ്ട് 2 വാല്യൂ പോസിബിൾ ആണ്. സോ പ്ലസ് ഓർ മൈനസ് റൂട്ട് പി സ്ക്വയർ. റൂട്ട് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് പി സ്ക്വയർ എന്നാണെങ്കിൽ അങ്ങനെ എഴുതാം. സോ അത് പി ആണ്. സോ പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു പി എന്ന് വരും. ഓക്കെ, അതാണ് എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു പി. രണ്ടും എന്ത് റൂട്ടാണ്? പി റിയൽ നമ്പർ ആയതുകൊണ്ട് ഐ പി എന്ന് പറയുന്നതും മൈനസ് ഐ പി എന്ന് പറയുന്നതും രണ്ടും കോംപ്ലക്സ് റൂട്ടുകളാണ്, കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആണ്. ഓക്കെ, 2 റൂട്ട്. ദെൻ നമുക്കറിയുന്നതാണ് M1 ആൻഡ് M2
be any two complex distinct root, then നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ c1 cos m1x പ്ലസ് c2 sin m2x. സോറി, c1 cos m1 എന്ന് പറയുന്നത് ആ റൂട്ടിൻ്റെ ഫോമിൽ തന്നെ പറയാം നമുക്ക്, എന്നാൽ പിന്നെ കൺഫ്യൂഷൻ വരില്ല. c1 എന്ന് പറയുന്നത് സപ്പോസ് m1 ഇസ് ഈക്വൽ ടു a പ്ലസ് ഐ ബി ആണ്. അതുപോലെ m2 എന്ന് പറയുന്ന റൂട്ട് എന്താവും അന്നേരം a മൈനസ് ഐ ബി ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് e പവർ a ഇൻറ്റു എക്സ് ഇൻറ്റു c1 കോസ് ബി എക്സ് പ്ലസ് c2 സൈൻ ബി എക്സ്. ഇതാണ് നമ്മൾ എന്തായിട്ട് വരിക സൊല്യൂഷൻ എന്ന് പറയുന്നത്. എപ്പോൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് റൂട്ടെങ്കിൽ. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐ പി റൂട്ടാണെങ്കിൽ മൈനസ് ഐ പി എന്ത് തന്നെയാണ് റൂട്ടാണ് നെഗറ്റീവ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റൂട്ട് ആയതുകൊണ്ട് ഇവിടെ ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന എയുടെ വാല്യൂ എത്ര ഇവിടെ? ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ, പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു പി എന്ന് എഴുതാലോ. 0 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു പി. സോ എയുടെ സ്ഥാനത്ത് 0 ആണ്. സോ എക്സ് ഓഫ് എക്സിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇ പവർ 0x ഇൻറ്റു എന്ത് വരും c1 കോസ് ഏതാണ് ബി എക്സ് ആണ്. ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത് പി ആണുള്ളത്. സോ കോസ് പി എക്സ് പ്ലസ് c2 സൈൻ പി എക്സ്. c2 സൈൻ പി എക്സ് ആണല്ലോ. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് എക്സ് കിട്ടി. എന്താ കിട്ടിയത് ഇ പവർ 0x ഈ c1 കോസ് പി എക്സ് പ്ലസ് c2 സൈൻ പി എക്സ്. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ടീൻ്റെ കേസിലുള്ളതും സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പം ഇ പവർ 0 എന്ന് പറഞ്ഞാൽ എന്താ, ഇ പവർ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എന്ത് വരും ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ, ദാറ്റ് ഈസ് സിംപ്ലി എന്ത് വരും c1 കോസ് പി എക്സ് പ്ലസ് c2 സൈൻ പി എക്സ് വരും നമ്മുടെ എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ഇക്വേഷൻ ടി ഡാഷ് പ്ലസ് സി സ്ക്വയർ പി സ്ക്വയർ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന സൊല്യൂഷനിലേക്ക് എടുക്കുന്നു. അവിടെ ഓക്സിലറി ഇക്വേഷൻ ടി ഡാഷിന് പകരം എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടിക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ 6 എങ്ങനെ മാറും, എം പ്ലസ് സി സ്ക്വയർ പി സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എം ഇസ് ഈക്വൽ ടു മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ. കൺഫ്യൂഷൻ ആവരുത്, ഇവിടെ ഐ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്, ഇവിടെ എന്തില്ല സ്ക്വയർ ഇല്ല, എം ഈക്വൽ ടു എന്നുള്ളത് മാത്രമാണ്. എം സ്ക്വയർ വന്നില്ലെങ്കിൽ ഇവിടെ എന്ത് വരുന്നേനെ ഐ സ്ക്വയർ ഐ എന്നുള്ളൊരു ടേം വന്നേനെ. പക്ഷെ ഇവിടെ സിമ്പിളായിട്ട് എമ്മിൻ്റെ പവർ 1 ആണ്. സോ എം ഇസ് ഈക്വൽ ടു മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ. സി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്, പി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. സോ ഒരൊറ്റ റിയൽ റൂട്ട്. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഒറ്റ റിയൽ റൂട്ട് m1 മാത്രമാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ c1 ഇൻറ്റു ഇ പവർ m1x ആണ്, നമുക്കറിയുന്നതാണല്ലോ. അപ്പോൾ ആ വാല്യൂ ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുക നിങ്ങളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ c1 c2 ഇവിടെ ഓൾറെഡി എടുത്തത് കൊണ്ട് പുതിയൊരു കോൺസ്റ്റൻറ്റ് c3 ഇൻറ്റു ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ. ടി ആണ് ക്യാപിറ്റൽ ടിയിലുള്ളൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻറ്റു ടി. അപ്പോൾ എന്ത് കിട്ടി, നമ്മുടെ ഈ സൊല്യൂഷൻ കിട്ടി. ഈ പറഞ്ഞിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ c1 കോസ് പി എക്സ് പ്ലസ് c2 സൈൻ പി എക്സ്, ടിയുടെ വാല്യൂ c3 ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി. അപ്പോൾ നമുക്കറിയാം യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്താ, യു ഓഫ് എക്സ് ടി നമ്മൾ ആദ്യമേ എടുത്തിട്ടുണ്ട്. യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് എന്തിൻ്റെ സൊല്യൂഷനാണ്, എക്സ് ഇൻറ്റു ടി എന്ന് പറയുന്ന ട്രയൽ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, ടിയുടെ വാല്യൂ നമുക്കറിയാം, രണ്ടും കൂടി അങ്ങ് പ്രോഡക്റ്റ് എടുത്താൽ നമ്മുടെ സൊല്യൂഷനായി. സോ യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക, യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റോഡിൻ്റെ എക്സ് ഡിസ്റ്റൻസിൽ ടി ടൈമിലുള്ള ആ ഒരു ഏരിയ ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു സെക്ഷൻ്റെ ഹീറ്റ് ഫ്ലോ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ യു എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം, ടെമ്പറേച്ചർ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി ഒറിജിൻ ഇൻ എ ടൈം ടി. സിമ്പിളായിട്ട് യു എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഹീറ്റിൻ്റെ കേസിൽ, വേവിൻ്റെ കേസിൽ ഇതേ യു എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, പാർട്ടിക്കലിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് എടുത്തത് യു ആയിട്ട് എടുത്തത്, ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 സൊല്യൂഷൻസ് കിട്ടി. കെ ഈക്വൽ ടു 0ൻ്റെ കേസ്, കെ ഈക്വൽ ടു 1ൻ്റെ കേസിൽ ഒരു സൊല്യൂഷൻ, കെ ഈക്വൽ ടു പി സ്ക്വയറിൻ്റെ കേസിൽ ഒരു സൊല്യൂഷൻ കിട്ടി. അതായത് കെ പോസിറ്റീവ് ആവുമ്പോൾ, ദെൻ കെ ഈക്വൽ ടു നെഗറ്റീവ് ആവുന്ന സമയത്ത് നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ഈ 3 സൊല്യൂഷനിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയ കേസ് എന്ന് പറയുന്നത് നമ്മളെ വേരിയേഷൻ ഫിസിക്കൽ ഇതിലേക്ക് വരുന്ന സമയത്ത്, മാത്തമാറ്റിക്കലി ആണ് ഈ 3 ഇക്വേഷൻസ്. പക്ഷേ ഏറ്റവും ജനറൽ കേസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോസും സൈനും ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ആയിരിക്കും നമ്മളെ ഹീറ്റിൻ്റെ ഫ്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല,
ടെമ്പറേച്ചർ ഓരോ പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഈക്വൽ ആണോ? അപ്പോൾ ഇതിപ്പോൾ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഒരു ലൈനിൻ്റെ കേസ് ആണെങ്കിൽ ഇങ്ങനെ ലൈനായിട്ട് തന്നെ പോകണം നിർബന്ധമുണ്ടോ? സൊല്യൂഷൻ നിർബന്ധമില്ല. അതുപോലെ ഒരു പോസിറ്റീവ് ആവുന്ന സമയത്തും എക്സ്പോണൻഷ്യലിൻ്റെ ഗ്രാഫാണ്, ആ രീതിയിലല്ല ഇത് വരിക. ശരിക്കും എന്ത് വരും? കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അത് ഏതിലേ വരുള്ളൂ? കോസും സൈനും വരുന്ന ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷനിൽ മാത്രമാണ്. സോ ജനറൽ സൊല്യൂഷനായിട്ട് നമ്മൾ എപ്പോഴും പരിഗണിക്കുക ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ യു ഓഫ് എക്സ് ടി ഈക്വൽ ടു C1 cos px plus C2 sin px into C3 e power minus C square p square t ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ? ദെൻ നമ്മൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻസ് കാണുന്നു. എങ്ങനെ? നമ്മൾ വേവിൽ കണ്ടത് മാതിരി ചില ഇനീഷ്യൽ കേസ് അതുപോലെ ബൗണ്ടറി കേസ് ഒക്കെ തരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാന്നുള്ളത് അതിലാദ്യത്തെ പാർട്ടാണ്. ഫസ്റ്റ് കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. A long insulated rod with ends at zero temperature. End അതായത് ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് എൻഡിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, രണ്ട് എൻഡിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? 0 ആണ്. ഇവിടെ സപ്പോസ് L ലെങ്ത് ഉള്ള ഒരു റോഡാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും? ഈ പോയിന്റ് എന്ന് പറയുന്നത് L ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ടെമ്പറേച്ചറിനെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? യു ഓഫ് 0th പൊസിഷനിൽ നമ്മൾ ടി ടൈമിൽ, ഏത് ടൈമിലും ഓക്കെ, രണ്ട് സൈഡും എപ്പോഴും എന്താ? 0 ടെമ്പറേച്ചറാണ്. എപ്പോഴും 0 ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞ L എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള ഭാഗത്തിൻ്റെ ടെമ്പറേച്ചർ യു ഓഫ് എൽ ടി എന്ന് പറയുന്നതും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും എന്താണെന്നാണ് പറയുന്നത്? 0 ആണെന്ന് പറയുന്നു. സോ 0. ഇനി ആലോചിച്ച് നോക്കുക, ഒരു റോഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 0th പൊസിഷനും അതിൻ്റെ ലെങ്ത്തിൻ്റെ ലാസ്റ്റും രണ്ട് ബൗണ്ടറി പോയിന്റ്സ് അല്ലേ? അപ്പോൾ രണ്ട് ബൗണ്ടറിയിലുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? 0 ആണ്. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന എന്ത് കണ്ടീഷനാണ്? രണ്ട് ബൗണ്ടറി കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വേവിൽ ചെയ്തതുപോലെ നമ്മുടെ ജനറൽ ഇക്വേഷൻ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താ? C1 cos px plus C2 sin px into C3 e power minus C square p square t. ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കാം. കൺസിഡർ എ റോഡ് ഓഫ് ലെങ്ത് L. Suppose that the road coincides with the x-axis on the interval 0, 1. That means നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കിട്ടുന്ന ആ ഇത് നമ്മൾ എന്താക്കിയിട്ട് എടുക്കുന്നു? ആ റോഡിന് നമ്മൾ എക്സ് ആക്സിസിൽ ഇതാണ് 0 മുതൽ L വരെയുള്ള ഡിസ്റ്റൻസ്, അവിടത്തേക്ക് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇങ്ങനെ ഈ രീതിയിൽ പ്ലേസ് ചെയ്തിടണം. ഓക്കെ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, എക്സ് ആക്സിസ് ഓൺ 0, 1. Let u of xt denote the temperature distribution or heat flow within the road. Okay, u of xt എന്ന് പറഞ്ഞാൽ x ഡിസ്റ്റൻസിൽ t ടൈമിലാണ് ആ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് കണ്ടുപിടിക്കാം. ജനറൽ ആയിട്ട് ഹീറ്റ് ഫ്ലോ എന്ന് പറയാം അതിൻ്റെ അകത്തുള്ള റോഡിൻ്റെ. ഓക്കെ, വി അസ്യൂം ദാറ്റ് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഇൻ ദി റോഡ് ഈസ് എഫ് ഓഫ് എക്സ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താ മീനിങ്? എല്ലാ ടെമ്പറേച്ചർ, ഇപ്പം നമ്മളൊരു സംഭവം ചൂടാക്കണം, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് കുറച്ച് ചൂടാക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ കയ്യിൽ തരുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇരുമ്പിന് എന്തുണ്ട്? ലേശം ചൂടുണ്ടാവും, കുറച്ച് ചൂട് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ചൂട് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുമോ? ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സൈഡ് കുറച്ചൊന്ന് ചൂടാക്കുന്നു. ഓക്കെ, ചൂടാക്കുമ്പോൾ രണ്ട് സൈഡും 0 ഡിഗ്രിയിൽ തന്നെ, 0 ടെമ്പറേച്ചർ വരുന്ന രീതിയിൽ. ഓക്കെ, അതവിടെ ഫിക്സ്ഡ് ആണ്. ബാക്കി ഭാഗത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഹീറ്റ് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ അത് ഒരുപോലെ ആയിരിക്കുമോ? ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും, ഇവിടെ കുറച്ച് ചൂടായിട്ടുണ്ടാവുള്ളൂ. ആ ചൂടാവുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എഫ് ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെയുള്ള ഓരോ പാർട്ടിക്കിളിനും ഏത് രീതിയിലാണ് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഇരുമ്പിൻ്റെ ഓരോ എക്സ് ഡിസ്റ്റൻസിലുള്ള പാർട്ടിക്കിൾ എത്രത്തോളം ചൂടായിട്ടുണ്ട് എന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാം, എക്സ് ഡിസ്റ്റൻസിൽ ടി ടൈമിലുള്ളതാണ് യു ഓഫ് എക്സ് ടി. അപ്പോൾ ഇനീഷ്യൽ ടൈം എന്ന് പറയുമ്പോൾ എന്താ? ടി ഈക്വൽ ടു 0, സ്റ്റാർട്ട് ചെയ്തില്ല, തുടങ്ങാൻ പോവാ. അപ്പം എന്ത് വരും? ഇവിടെ തന്നിരിക്കുന്നതാണ് യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ യു ഓഫ് എക്സ് 0 ആണ് എഫ് ഓഫ് എക്സ്. അങ്ങനെ ഓരോ കണ്ടീഷൻസ് ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ 3 കണ്ടീഷനായ ഇനി ഒന്നും കൂടി വേണ്ടേ? നോക്കാം. ആൻഡ് ദ എൻഡ്സ് of the road are kept at a 0 temperature. Then the boundary value problem for the temperature distribution is given by
അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹീറ്റിൻ്റെ ജനറൽ ഇക്വേഷൻ, വൺ ഡയമെൻഷൻ ഹീറ്റ് ഫ്ലോൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. ഡോ യു ബൈ ഡോ ടി ദാറ്റ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതും നിങ്ങൾക്ക് അറിയുന്നതാണ്. എക്സിൻ്റെ വാല്യൂ എന്താ? 0ക്കും Lനും ഇടയിലായിരിക്കും. കാരണം എന്താ? എക്സ് എന്ന് പറയുന്നത് എന്താ? നമ്മളെ റോഡിലെ ഓരോ പാർട്ടിക്കിളിൻ്റെ ലെങ്ത് ആണ്. ഓരോ പോയിന്റ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് Lന് അപ്പുറത്തേക്ക് പോകില്ലല്ലോ, 0 മുതൽ വരാം. ഈ പറഞ്ഞിരിക്കുന്ന റോഡിൻ്റെ എവിടെ വേണമെങ്കിൽ നമുക്ക് എക്സ് വരാം. പക്ഷേ ഇവിടെ വരാം എക്സ്, ഇവിടെ വരാം. പക്ഷേ എവിടെ വരെ മിനിമം വരുമല്ലോ? മിനിമം 0 മുതൽ മാക്സിമം L വരെ. അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു L പെർ ടി ഗ്രേറ്റർ ദാൻ 0. ടി എന്ന് പറഞ്ഞാൽ ടൈം എന്താ? എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെൻ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്ത് വരും? യു ഓഫ് 0t ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് LT ഈക്വൽ ടു 0. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ കണ്ടീഷൻ എന്ത് വരും? യു ഓഫ് x0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സിമ്പിൾ. ഓക്കെ. ദെൻ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ നമ്മളെ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനായി. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇതിലേക്ക് നമ്മൾ ഓരോ കണ്ടീഷനായിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വേവിൽ ഡിറൈവ് ചെയ്ത പോലെ ഡിറൈവ് ചെയ്യുക. വളരെ സിമ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഭാഗമായിട്ട്. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നു? യു ഓഫ് 0t. അപ്പോൾ യു ഓഫ് എക്സ് ടി ആണിത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താ? യു ഓഫ് 0t ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഇക്വേഷൻ 1ൽ എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക എന്ത് വരും? യു ഓഫ് x0 എന്ന് പറയുമ്പോൾ എന്ത് വരും? 0t ദാറ്റ് ഈസ് ഈക്വൽ ടു, അതാണ് യു ഓഫ് 0t ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? C1 ഇൻറ്റു കോസ് പി ഇൻറ്റു 0. ഓക്കെ. പി ഇൻറ്റു 0 എന്തായി? 0 പ്ലസ് C2 ഇൻറ്റു സൈൻ പി ഇൻറ്റു 0. അഗെയിൻ സൈൻ പി ഇൻറ്റു 0 സൈൻ 0 ഇൻറ്റു C3 ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി. ഇവിടെ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. കാരണം എന്താ? ടിയിലല്ലല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? ഏതാണ്? ബൗണ്ടറി കണ്ടീഷനാണ്. അപ്പോൾ ടി ഏത് ടൈം ആണെങ്കിലും യു ഓഫ് 0x എന്ന് പറഞ്ഞാൽ എന്താണ്? 0t എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പോൾ എക്സിന് മാത്രമാണ് നമ്മൾ ആ ഇക്വേഷൻ എന്ത് കൊടുക്കുന്നത്? 0 കൊടുക്കുന്നത്. അപ്പോൾ ടിക്ക് വേരിയേഷൻ ഇല്ല. ഇനി ആലോചിച്ച് നോക്കുക. C3 ഇൻറ്റു C3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ C3 ഇൻറ്റു എന്ത് വരും? C1 ഇൻറ്റു കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. പ്ലസ് C2 ഇൻറ്റു സൈൻ 0. സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. സോ ഇൻറ്റു ബാക്കിയുള്ള ഫാക്ടർ ദാറ്റ്സ് ഈക്വൽ ടു 0. ദെൻ C2 ഇൻറ്റു 0 എന്തായി മാറി? 0 ആണ്. ദെൻ C1 ഇൻറ്റു എന്ത് വരും? C3 ഇൻറ്റു C1. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. C1 ഇൻറ്റു C3 ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി ഈക്വൽ ടു 0. 3 പ്രോഡക്റ്റ് 0 ആണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന C3 ഇൻറ്റു ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി 0 ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ കംപ്ലീറ്റ് 0 ആയി എന്ന് വിചാരിക്കുക. ഇത് 0 ആയാൽ ഈ സൊല്യൂഷനിൽ നോക്ക് എന്ത് വരും? C3 ഇൻറ്റു ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി 0 ആവില്ലേ? ഓക്കെ. ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ വാല്യൂ ഒരിക്കലും 0 ആവില്ല. എക്സ്പോണൻഷ്യലിൻ്റെ ഗ്രാഫ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? 0 എന്ന് പറയുന്ന വാല്യൂ സ്വീകരിക്കുന്നില്ല. ഗ്രാഫ് അറിയുന്നവർക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഇത്ര മാത്രം ആലോചിക്കുക. C3 ഇൻറ്റു ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി എന്താവില്ല? 0 ആവില്ല. 0 ആയാൽ നമ്മുടെ സൊല്യൂഷൻ ഇക്വേഷൻ 1 കംപ്ലീറ്റ് എന്തായിപ്പോ? 0 ആയിപ്പോ. സോ അത് വേണ്ട. നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, അപ്പോൾ C1 C3 ഇത് 0 ആവുമ്പം 2 പോസിബിലിറ്റി ഉള്ളത്. ഒന്നുകിൽ C1 0 അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ 0 ആവാം. പക്ഷെ അതെന്താവില്ല? 0 ആവില്ല. അതിൻ്റെ കാരണമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യു ഓഫ് എക്സ് ടി എന്തായി മാറും? 0 ആയിപ്പോ. സോ ഓൺലി പോസിബിലിറ്റി എന്താ? C1 0. അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. അതിൽ C1ന് പകരം എന്ത് കൊടുക്കുക? C1ന് പകരം 0 കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു C1ന് പകരം 0 ഇൻറ്റു കോസ് പി എക്സ് പ്ലസ് C2 ഇൻറ്റു സൈൻ പി എക്സ് ഇൻറ്റു ഈ C3 ഇ പവർ മൈനസ് സി സ്ക്വയർ ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി. ഓക്കെ. ദെൻ 0 ഇൻറ്റു കോസ് പി എക്സ് എന്തായി പോയി? 0 ആയി പോയി. അപ്പോൾ നമ്മുടെ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ്ഡ് ആയി? C2 ഇൻറ്റു അല്ല C1 എന്താ? ഈ ടേം അങ്ങനെ പോയില്ലേ? ഈ ടേം അങ്ങനെ ക്യാൻസലായി. എന്തേ വരുന്നുള്ളൂ? C2 ഇൻറ്റു സൈൻ പി എക്സ് ഇൻറ്റു C3 ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഓക്കെ, റെഡ്യൂസ്ഡ് ആയി. ദെൻ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഇപ്പം നമ്മൾ കൊടുത്തത് എന്താ? യു ഓഫ് 0t കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇനി എന്ത് കൊടുക്കണം? യു ഓഫ് LT ഈക്വൽ ടു 0. ഓക്കെ, അതാണ് അടുത്ത കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്നത്. സോ യു ഓഫ് LT ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും നോക്കാം. അപ്പോൾ യു ഓഫ് LT ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ യു ഓഫ് LT ഈക്വൽ ടു 0 വരുന്ന സമയത്ത്
എന്താ സംഭവിക്കാൻ നോക്കാം. യു ഓഫ് എൽ ടി ഈക്വൽ ടു 0. സോ യു ഓഫ് എൽ ടി ഈക്വൽ ടു 0 എന്ന് വരുമ്പം എക്സിന് പകരം എന്ത് കൊടുക്കാം, എൽ കൊടുക്കുക. സോ C2 ഇൻറ്റു ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ ഇക്വേഷൻ 2ലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇക്വേഷൻ 2 ഇംപ്ലൈസ് C2 സൈൻ പി എൽ, എക്സിന് വരെ എൽ, പി എൽ C3 ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി ഈക്വൽ ടു 0. ഓക്കെ, 3 ഫാക്ടർ പ്രോഡക്റ്റ് 0. ഇത് 0 ആവൂല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒന്നിക്ക് C2 0 ആവാം, അല്ലെങ്കിൽ സൈൻ പി എൽ 0 ആവാം അല്ലേ. അപ്പോൾ C2 ഇൻറ്റു എന്ത് വരും, C2 ഇൻറ്റു സൈൻ പി എൽ ഇസ് ഈക്വൽ ടു 0. സപ്പോസ് C2 ഈക്വൽ ടു 0 ഇഫ് ദെൻ എന്താ സംഭവിക്കാം നോക്കാം. C2 0 ആയാൽ എന്തായി പോവും, ഈ കംപ്ലീറ്റ് സൊല്യൂഷൻ 0 ഇൻറ്റു എന്ന് വരൂലേ, ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പോവും, 0 ആയി പോവും. സോ ദെൻ യു ഈക്വൽ ടു 0 എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ C2 എന്താവില്ല, നോട്ട് ഈക്വൽ ടു 0. സോ എന്തായേ പറ്റൂ, സൈൻ പി എൽ ഈക്വൽ ടു 0. ഇനി നമുക്കറിയാം സൈൻ പി എൽ 0 ആവണമെങ്കിൽ പി എല്ലിൻ്റെ വാല്യൂ എന്താവണം, ഒന്നിക്ക് 0 ആവണം, അല്ലെങ്കിൽ പൈ ആവണം, അല്ലെങ്കിൽ മൈനസ് പൈ, 2π, അല്ലെങ്കിൽ -2π, ഇങ്ങനെ ഇഷ്ടംപോലെ വാല്യൂ. ജനറലായിട്ട് എന്ത് പറയാം, എൻ പൈ. അപ്പോൾ പി എല്ലിൻ്റെ വാല്യൂ എന്താവണം, എൻ പൈ ആവണം. സോ പി എല്ല് എൻ പൈ ആവണമെങ്കിൽ പി എന്ന് പറയുന്നത് എൽ എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് ലെങ്ത് ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു വാല്യൂ ആണ്. പി ആണ് നമുക്ക് അറിയാത്ത വാല്യൂ. അപ്പോൾ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, എൻ പൈ ബൈ എൽ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ ഈക്വൽ ടു 0, പി ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ആ കേസിൽ വരുന്നില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഇവിടെ ഇപ്പം എന്താ, ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ജനറൽ ഇക്വേഷൻ. C2 സൈൻ പി എക്സ് C3 ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി. അതിൽ പിയുടെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം, ഈ പിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എൻ പൈ ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും, C2 സൈൻ പി എക്സ് ഇൻറ്റു C3 ഇ പവർ മൈനസ് സി സ്ക്വയർ പി സ്ക്വയർ ടി അല്ലേ. അപ്പോൾ ഇവിടെ പിക്ക് പകരം എൻ പൈ ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇത് കംപ്ലീറ്റ് എന്തായി, എൻ പൈ എക്സ് ബൈ എൽ C3 ഇ പവർ എൻ ഇൻറ്റു സി സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ സി സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ എന്ന് പറയുമ്പം നമുക്ക് എന്ത് വരും, ഇ പവർ നെഗറ്റീവ് സി സ്ക്വയർ ഇൻറ്റു എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെ സ്ക്വയർ തന്നെയല്ലേ വരുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഈ ഫാക്ടറിന് എന്താക്കാം, കോമൺ ആക്കി എടുത്തൂടെ. സോ ഇ പവർ മൈനസ് ഓഫ് എന്ത് വരും, എൻ അതുപോലെ അല്ലെങ്കിൽ സി എൻ പൈ, ഇതെല്ലാം സ്ക്വയർ ആണ്, ഡിവൈഡ് ബൈ എല്ലിനും സ്ക്വയർ ഉണ്ട്, ഹോൾ സ്ക്വയർ ഇൻറ്റു ടി ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, സി സ്ക്വയർ പി സ്ക്വയർ ആണ്, പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയർ. അതിന് നമുക്ക് എല്ലാത്തിലും എന്താണ്, രണ്ടിലും കോമൺ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, എ സ്ക്വയർ ബി സ്ക്വയറിന് നമുക്ക് എന്താക്കാം, എ ഇൻറ്റു ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതൂലേ, അതുപോലെ തന്നെ. സോ ആ രീതിയിൽ അതിനെ ഉള്ളിലേക്ക് എടുക്കുക. സോ സി സ്ക്വയർ എന്ത് വരും, സി സ്ക്വയർ ഇൻറ്റു എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയറിന് സി ഇൻറ്റു എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയർ ആക്കിയിട്ട് മാറ്റി. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ C2 ഇൻറ്റു C3 നമ്മൾ എന്താക്കി എടുത്തു, ബി എൻ എന്നുള്ളൊരു വാല്യൂ ആയിട്ട് എടുത്തു. സോ C2 ഇൻറ്റു സി എൻ ഈക്വൽ ടു ബി എൻ ആണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ യു ഓഫ് എക്സ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇ പവർ മൈനസ് ഓഫ് എൻ സി പൈ ബൈ എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ടി. ദെൻ നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താ, എൻ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും, എൻ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ വേറൊരു യു ഓഫ് എക്സ്, എൻ ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ വേറൊരു യു ഓഫ് എക്സ്. ഇങ്ങനെ കിട്ടുന്ന ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്തേക്കുക കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷനാണ് എന്ത് കൊടുക്കുക, ജസ്റ്റ് സിഗ്മ കൊടുക്കുക, വേറെ ഒന്നുമില്ല. സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇ പവർ മൈനസ് സി എൻ പൈ ബൈ എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ടി. സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയും. ഓക്കെ, സോ നമ്മുടെ ജനറൽ സൊല്യൂഷൻ യു ഓഫ് എക്സ് ടി ഈക്വൽ ടു ഈ പറഞ്ഞതായി. ദെൻ അവിടെ വീണ്ടും ഒരു പ്രശ്നം വരും. എന്താണ്, ഒരു കണ്ടീഷൻ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് ആ കണ്ടീഷൻ, നമ്മുടെ റോഡിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ, അതായത് നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ റോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കുന്ന സമയത്ത് അതിലെ പാർട്ടിക്കിളിനെല്ലാം കിട്ടിയിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെ ഫോമിലാണ്, എഫ് ഓഫ് എക്സിൻ്റെ ഫോമിലാണ്. സോ അതാണെന്ത്, യു ഓഫ് എക്സ് സീറോ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അത് ഇവിടെ ഈ ഇക്വേഷനിൽ കൊടുത്താൽ മാത്രം നമ്മളെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആവുമല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ യു ഓഫ് എക്സ് ടി ഈക്വൽ ടു നമുക്ക് കിട്ടിയ ലാസ്റ്റ് സൊല്യൂഷനിൽ
നമ്മൾ t ഈക്വൽ ടു 0 കൊടുക്കുന്നു. അതെന്താണെന്ന് നമുക്കറിയാം, എഫ് ഓഫ് എക്സ് ആണ്. സോ യു ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു t ഈക്വൽ ടു 0 കൊടുക്കുക. സിഗ്മ n ഈക്വൽ ടു 1 to infinity bn ഇൻറ്റു സൈൻ n pi x by l e പവർ മൈനസ് ഓഫ് സി n pi by l ഹോൾ സ്ക്വയർ ഇൻറ്റു ടിക്ക് പകരം 0 കൊടുത്തു. ഓക്കെ, ദെൻ എന്താ സംഭവിക്കുക നമുക്കറിയാം. ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്താ, ഇ പവർ നെഗറ്റീവ് ഓഫ് സി n pi by l ഹോൾ സ്ക്വയർ ഇൻറ്റു 0. ഇത് കംപ്ലീറ്റ് എന്തായി പോകും, 0 അല്ലേ. അപ്പോൾ ഇ പവർ 0 എന്ന് പറയുന്നത് എന്താ, 1 ആണ്. സോ ഈ ഫാക്ടർ കംപ്ലീറ്റ് ആയിട്ട് എന്തായിപ്പോയി, 1 ആയിപ്പോയി. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് 1 ആയിപ്പോവും. ഏത് ഫാക്ടർ, ഈ ഫാക്ടർ 1 ആയി. ദെൻ റിമൈനിങ് ഫാക്ടർ എന്ത് മാത്രമാണ്, സോ ഈ പറഞ്ഞിരിക്കുന്ന ടേം എന്ത് വരും, യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അപ്ലൈ ചെയ്താൽ ഈ ടേം എന്താ, എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഈ പറഞ്ഞിരിക്കുന്നത് 1 ആയിട്ട് മാറും. ദെൻ ഇതെന്താ സാധനം, ഫോറിയർ സീരീസ് അല്ലേ, ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് ആണ് എഫ് ഓഫ് എക്സ്. ദെൻ അതിൻ്റെ ബി എൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ, ബി എൻ ഇക്വൽ ടു 2 ബൈ എൽ 0 to l എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അപ്പോൾ ഇതിവിടെ പഠിച്ച കേസ് ഓർമ്മിക്കണം. ഏതാ കേസ്, ഒരു റോഡ് രണ്ട് സൈഡും ഇൻസുലേറ്റ് ചെയ്ത റോഡ്, അതിൻ്റെ രണ്ട് സൈഡും 0 ടെമ്പറേച്ചറിൽ കെപ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന റോഡ് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ചൂടാക്കുന്നു. അപ്പോൾ കിട്ടുന്ന ഹീറ്റ് വെലോസിറ്റി എത്രയാണ്, സോറി ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ആണ്. ദെൻ നമ്മൾ ഇനീഷ്യലി എഫ് ഓഫ് എക്സ് ഹീറ്റ് കൊടുത്തിട്ട് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ചൂടാക്കുന്നു. അന്നേരം അതിന് കിട്ടുന്ന ഹീറ്റ് എത്രയായിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നുള്ളതിൻ്റെ സൊല്യൂഷനാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കുന്നത്. സിമ്പിളാണ്, വേവ് മനസ്സിലായവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റും. സോ ഇപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ താങ്ക് യു.